ഈ മാസം അവസാന വാരമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ വാരമോ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കാമെന്നുള്ളതാണ് IMDയുടെ പ്രവചനം. ഇതിൻ്റെ സ്വാധീന ഫലമായി അടുത്ത നാളുകളിൽ മഴ കിട്ടുമെന്നുള്ളതാണ് IMD വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വടക്കൻ കേരളത്തിലെ വിവിധ ജില്ലകൾക്ക് ഇതിനോടകം തന്നെ യെല്ലോ അലർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ യെല്ലോ അലർട്ട് തുടരുകയുമാണ്. അത് അടുത്ത നാളുകളിലും തുടരാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. കർക്കിടക കാലമാണ്. സ്വാഭാവികമായും ഈ നാളുകളിൽ മഴയുണ്ടാകേണ്ടതാണ്. ആ മഴ കേരളത്തിൽ ഉടനീളം തന്നെ ലഭിക്കുമെന്നുള്ളതാണ് IMDയുടെ നിലവിലത്തെ പ്രവചനം. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇനി ശക്തമായ കാറ്റും മഴയും ഉണ്ടായിക്കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിനുള്ള നിർദ്ദേശം അത് ജാഗ്രതയുടെ ഭാഗമായി വരാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് കൂടി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ എടുത്തു പറയാൻ കഴിയുന്നുണ്ട്. വരാനിരിക്കുന്നത് ഓണനാളുകളാണ്. ഓണനാളുകളിൽ സംസ്ഥാനത്ത് മഴ തിമിർക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ കാലത്തും ഓണനാളുകളിൽ മഴ ശക്തമായി പെയ്യുന്നത് സംസ്ഥാനത്ത് പതിവാണ്. അത് ഇക്കുറിയും അങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയും IMD പ്രവചിക്കുകയും ചെയ്യുകയാണ്. ആയതിനാൽ പൊതുജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾ തുടരുകയും വേണം. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നൽകി വരികയും ചെയ്യുകയാണ്. അതിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാത്ത രീതിയിൽ അതടക്കം പാലിച്ചുകൊണ്ട് വേണം ആളുകൾ മഴയെ സമീപിക്കേണ്ടത് എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമുക്ക് വിവരിക്കാനും കഴിയും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.